ന്യൂസിലൻഡ് എല്ലാ വിസ വിഭാഗങ്ങളിലും ഫീസ് വർധനവ് പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ജോലി, പഠനം, സന്ദർശനം എന്നിവയ്ക്ക് ഇത് ബാധകമാകും. ഇന്ത്യൻ അപേക്ഷകരെയും ഈ മാറ്റം ബാധിക്കും. വിസ അപേക്ഷകർക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത നൽകുകയും നികുതിദായകരിൽ നിന്ന് കൂടുതൽ തുകയും ഈടാക്കുകയാണ്. ഇതിലൂടെ സുസ്ഥിരമായ ഇമിഗ്രേഷൻ സംവിധാനം രൂപപ്പെടുത്തുക എന്നതാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇമിഗ്രേഷൻ മന്ത്രി എറിക് സ്റ്റാൻഫോർഡ് വ്യക്തമാക്കുന്നത്. പൊതു ഫണ്ടിങ്ങിനെ കുറയ്ക്കുന്നതിനായി ഈ മാറ്റങ്ങൾ രൂപപ്പെടുത്തിയതാണെന്നും ഇത് അടുത്ത 4 വർഷത്തിനുള്ളിൽ $563 മില്യൺ വരുമാനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാർത്ഥി വിസ ഫീസിലാണ് ഏറ്റവും വലിയ വർധനവ്. ഫീസ് ന്യൂസിലൻഡ് $188 നിന്ന് $300 ഉയരും. ടൂറിസ്റ്റ് വിസയ്ക്ക് ഫീസ് $119 നിന്ന് $188 ഉയരും. ഓസ്ട്രേലിയയുടെയും യുകെയുടെയും വിസ ഫീസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ന്യൂസിലാൻഡിന്റെ വിസ ഫീസ് ഇപ്പോഴും കുറവാണെന്നാണ് സ്റ്റാൻഫോർഡിന്റെ അഭിപ്രായം. 2023 ഇന്ത്യൻ പൗരന്മാർക്ക് 1,15,008 വിസകളാണ് ന്യൂസിലൻഡ് അംഗീകരിച്ചത്. എന്നാൽ 28% ഇന്ത്യൻ അപേക്ഷകൾ നിരസിക്കുന്നതെങ്കിൽ 71% പാകിസ്ഥാൻ അപേക്ഷകളാണ് ന്യൂസിലൻഡ് നിരസിച്ചിരുന്നത്. ഇതോടൊപ്പം 2024 ഏപ്രിലിൽ വിദേശികൾക്ക് ജോലി ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും കർശനമാക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം, പ്രവൃത്തി പരിചയം, നൈപുണ്യങ്ങളിലെ മിനിമം മാനദണ്ഡങ്ങൾ കർശനമാക്കുകയാണ്. തൊഴിൽ വിസയിൽ ഏറ്റവും കൂടുതൽ താമസിക്കാവുന്ന കാലാവധി 5 വർഷത്തിൽ നിന്ന് 3 വർഷമായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്.